ഹലോ കൂട്ടുകാരെ, ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പം എൻ്റെ അവിയൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മോരുകറി റെഡിയായി. മോരുകറി ഞാൻ ചെറുതായിട്ട് കുറച്ച് വെച്ചുള്ളൂ. മോരെല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് മോരുകറി വെച്ച് കഴിഞ്ഞു. പിന്നെ അവിയൽ വേകുന്നു. പിന്നെ ഞാൻ ഇല മേടിച്ചു കേട്ടോ. ഇതുകൊണ്ട് ഇല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊതിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇല ഇന്നലെ മേടിച്ചു. എൻ്റെ പിന്നെ സമയം ഉണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ മൊത്തം 5 ഇലയാണ് മേടിച്ചത്. 5 ഇലയ്ക്ക് $10 ഇവിടെ. $10 പറഞ്ഞാൽ 500 രൂപ വീട്. ആ വീട്ടിലെ ബാക്കിയുള്ളതൊക്കെ എന്തോ ഒരു ഇലയല്ലേ. അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഇവിടെ ഇല വാഴയൊന്നുമില്ലല്ലോ. അപ്പം ഇലയെല്ലാം മേടിച്ച് നാളെ നല്ലൊരു ഊണിനുള്ള പരിപാടിക്കാണ്. അത് കഴിഞ്ഞ് എൻ്റെ പരിപാടി മോരുകറി, അവിയൽ, സാമ്പാർ വെക്കണം. കുറച്ച് സാമ്പാർ വെക്കുന്നുള്ളൂ. സാമ്പാർ, പിന്നെ കാളൻ, അച്ചാർ, ബീട്രൂട്ട് തോരൻ, പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, അച്ചാർ, കാവറുത്തത്, പിന്നെ വാഴയ്ക്ക വരട്ടിയത്, കാവ് വരട്ടിയതല്ലേ, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് കിട്ടി എനിക്ക്. ചിപ്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെന്തുവാ, അച്ചാറുണ്ട്. പിന്നെ പായസം, പപ്പടം, പിന്നെ ഒരു ചുണ്ടക്ക എന്ന് പറഞ്ഞാൽ ഒരു ചുണ്ടക്കയുണ്ട്. എവിടെയാണ് ഞാൻ നോക്കട്ടെ. ചുണ്ടക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുണ്ട വിത്തൽ. അത് ഞാൻ തമിഴ് കടയിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. നല്ല ടേസ്റ്റ് അതിന്. അത് ഓണത്തിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. കുറേ നാളായിട്ട് മേടിച്ചിട്ട് ഓണത്തിന് ഉപയോഗിക്കാം. അതും പിന്നെ ഒരു വറക്കുന്ന മുളകും എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയാണ് സദ്യക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാക്കാനുള്ളൊരു പരിപാടിയാണ് സമയം. പിന്നെ ഓണപ്പൂക്കളം ഇടണം. അതിന് നമ്മുടെ വീട്ടിലുള്ള പൂ വെച്ചാണ് ഇടുന്നത്. റോസ് ഗാർഡനാണ് എൻ്റേത്. അപ്പോൾ റോസ് ഗാർഡൻ വെച്ച് ഗാർഡനിൽ നിന്നുള്ള പൂക്കളെല്ലാം പറിച്ച് എല്ലാ വർഷവും ഞാൻ അങ്ങനെ ഇടുന്ന പൂക്കൾ. എല്ലാവരും സന്തോഷമല്ലേ ഈ ഒരു നിമിഷം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ മൊമെൻറ്റ്സും നമുക്കറിയില്ല. നാളത്തെ ഓരോ ബ്രീത്തും എല്ലാം ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഓരോ നിമിഷവും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിതം ആസ്വദിക്കുന്നവർ തന്നെയാണ് നന്മയുള്ളവരും